തറവാട്ടിലെത്തിയാൽ മുതുക്കനായ മുത്തച്ഛനോടൊന്നും തൻ്റെ മാതൃഭാഷയിൽ ഒരു വാക്കുരിയാടരുതെന്ന് നിർബന്ധമുള്ള. Am I right? Am I right, Suja? ഇംഗ്ലീഷിൽ വെള്ളം കുടിക്കുകയും ഇംഗ്ലീഷിൽ ഭക്ഷണം കഴിക്കുകയും ഇംഗ്ലീഷിൽ തന്നെ ക്ലോസറ്റിൽ പോവുകയും ഇംഗ്ലീഷിൽ മൂത്രമൊഴിക്കുകയും ചെയ്യണമെന്ന് നിർബന്ധമുള്ളിടത്ത്, ചെയ്തില്ലെങ്കിൽ ഫൈനുള്ളിടത്ത്. പീഡിപ്പിച്ച് പഠിപ്പിക്കാൻ ദുബായിൽ നിന്ന് ഇവിടെ എത്തി തൊഴിൽ പോലും വേണ്ടെന്ന് വെച്ച് ഇത്രയും പ്രാധാന്യം കൊടുത്ത് വേടന്മാർക്ക് വേണ്ടി ഏതെങ്കിലും വേടൻ, എൻ്റെ അറിവിൽ വ്യാപാരമേ ഹനനമം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്ന് കപോതനെന്ന്. അങ്ങനെയാണ് ഞാനിത് ചിന്തിക്കുന്നത്. വേടൻ്റെ അടുക്കൽ കൊടുത്തിട്ട് അത് മാടപ്രാവാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവും. അവനറിയാവുന്ന ഒരു പണി വെട്ടുക എന്നുള്ളതാണ്. ഇത്രയും ചെയ്തു വച്ചിട്ട് കുറ്റം പറയാം. ഇതൊക്കെ മഹത്തരമായതുകൊണ്ട് ചെയ്തു വെച്ചതാണ്. ഒരല്പം പോഷിൽ നടന്നു പോകുമ്പോൾ 4 പേരോട് പറയണം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആവണം. Am I right? തൊട്ടടുത്ത ഗ്രാമത്തിലെ ഗ്രാമീണമായ ഗവൺമെൻറ് സ്കൂളിലേക്ക് സുഖമായി കൊണ്ട് ചേർത്തിങ്ങി പോന്നാൽ അധ്യാപകൻ വരാത്ത പീരീഡുകളിൽ ഓടിക്കളിച്ചും മരത്തെ കയറിയും വിളപറിച്ചും അത് തിന്നും കളിച്ചും ചിരിച്ചും പിള്ളേർ തങ്ങളിൽ ഇടപഴകുമ്പോൾ കിട്ടുന്ന സംഘർഷസന്ധികളെ മാനേജ് ചെയ്യാൻ പഠിച്ചു. അധ്യാപകൻ പഠിപ്പിക്കുന്നത് പോരാതെ വരുമ്പോൾ സ്വയം പഠിക്കേണ്ടവ പഠിച്ച് കരികൊണ്ട് സ്കൂളിൻ്റെ ഭിത്തിയിലും ബെഞ്ചിലും എഴുതിയാലും തല്ലുകൊള്ളാതെ, കാരണം ഗവൺമെൻറ്റിൻ്റെ സ്കൂളാണ്. മറ്റത് ഫൈൻ, ഹാൻഡ് ബുക്ക് അതിൽ എഴുതി കൊടുത്തു. കുട്ടി കരികൊണ്ട് എഴുതിയിരിക്കുന്നു. കാരണം ഈ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കരികൊണ്ട് എഴുതാൻ പാടില്ല. അവർക്ക് വരയ്ക്കണമെങ്കിൽ ക്യാൻവാസ് വില കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കും. അതേലല്ലാതെ പുറത്ത് വരയ്ക്കരുത്. ഒരു വട്ടത്തിന് വെളിയിലോടി ശീലിച്ച് വീണ് ശീലിച്ച് സ്വയം നിർമ്മിതമായ ഒരു അച്ചടക്കത്തിലേക്ക് ആനന്ദപൂർവകമായി വ്യക്തി മാറുന്നതും സന്മാർഗ ചിന്തയുടെ അതിർവരമ്പുകൾ കച്ചവടക്കാരൻ നിശ്ചയിച്ചു വരച്ച വരയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തി അതിന് പുറത്തു ചിന്തിക്കാൻ ശേഷിയില്ലാതാക്കി അതിനോട് എതിർത്ത് സർഗാത്മകത മുഴുവൻ നഷ്ടപ്പെട്ട ഒരടിമയെപ്പോലെ ഇരുന്ന് അടിമത്തത്തിൻ്റെ ചങ്ങല വലിച്ചു പൊട്ടിക്കാൻ കഴിയുന്ന പണമുണ്ടാക്കാവുന്ന ഒരു ദിവസം നാടിനോട്, നാട്ടുകാരോട്, വീടിനോട്, പെറ്റ തള്ളയോടും പക തോന്നുന്ന ഭ്രാന്തങ്ങളായ മനസ്സുകളെ സൃഷ്ടിക്കുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ സംഹിതകൾക്ക് ഇത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. മനസ്സിലായെന്നൊക്കെ തോന്നും തൽക്കാലം.
കാരണം നിങ്ങളിത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ചോദിക്കും, ആരെങ്കിലും പ്രായമായ ഒരു അമ്മയും കൂട്ടി വന്നിട്ട് ചോദിക്കും, എന്നാലും സ്വാമി നടുവേ ഓടുമ്പോൾ, നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? Am I right? അബദ്ധത്തിലെങ്ങാനും പറ്റിപ്പോയാൽ ഇത് കഴിയുമ്പോൾ എന്നോട് പറയരുത്, സ്വാമിയെ പോലെ സ്വാമിമാർ നടത്തുന്ന സ്ഥാപനമാണ് പറഞ്ഞേക്കാം. അതും ആകാം. അതാണെങ്കിലും ഞാൻ പറഞ്ഞതൊന്നും ഞാൻ പിൻവലിക്കുന്നില്ല. കാരണം വിദ്യാഭ്യാസം എന്താണെന്ന് ആദ്യം ഒരു അമ്മ അറിയണം, അച്ഛൻ അറിയണം. അമ്മയും അച്ഛനും ഒരാളറിഞ്ഞാൽ മറ്റേയാളെ പറഞ്ഞറിയിച്ചു മനസ്സിലാക്കണം. എൻ്റെ കുഞ്ഞിന് ഞാൻ മാതൃകാപരമായ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് എന്ന് ചുറ്റുപാടുമുള്ളവർക്ക് ബോധ്യപ്പെടണം. കുഞ്ഞിന് ബോധ്യപ്പെടണം. ഇടയ്ക്കെങ്ങാനും കുഞ്ഞിന് തോന്നുകയാണ് മറ്റുള്ളവർ പോകുന്ന അവിടം വരെ ഒന്ന് പോകണം, TC വാങ്ങിച്ചൊരു 15 ദിവസത്തേക്ക് അവിടെ ചേർത്ത് പോകണം. ബുദ്ധിയുടെ സ്വാതന്ത്ര്യവും ബുദ്ധിയുടെ സൗമ്യതയും ഒക്കെ തന്നെയാണ് അറിവ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ പ്രായത്തോട് അടുത്തിവിടെ ഇരിക്കുന്നവരെല്ലാം പഠിച്ചത് 6 വയസ്സ് കഴിഞ്ഞാണ്. Am I right, sir? എന്നിട്ട് കഞ്ഞി കുടിക്കാതൊന്നും പോയില്ല. എന്നിട്ടൊരു സ്ഥലത്ത് ചെന്നാൽ ജീവിക്കാൻ പറ്റാതെ വന്നില്ല. അത്രയൊക്കെ പോരെ. കിടങ്ങൂർ സ്കൂളിൽ പഠിച്ചിട്ടും CMSE പോയി പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും കുറഞ്ഞതൊരു ഉലകം ചുറ്റും വാലിബനായി തിരിച്ചു വരാൻ കഴിയും. Am I right, sir? അപ്പം അതുകൊണ്ട് പഠിച്ച സ്കൂളിൻ്റെ വലിപ്പം കൊണ്ടൊന്നും അല്ല എത്തേണ്ടിടത്തെത്തുന്നത്. ഇങ്ങനെയൊക്കെ ചില മൂരാച്ചി ധാരണകൾ എൻ്റെ തലയിൽ കിടപ്പുണ്ട്. പോകേണ്ടതാണ്, കാരണം നിങ്ങളെയൊക്കെ സൈഡ് ചെയ്ത് പറയേണ്ടതാണ്. പക്ഷെ എൻ്റെ തലച്ചോറിൻ്റെ വൈകല്യം കാരണം അത് പറ്റില്ല. അങ്ങനെയാണെങ്കിലും ആ വൈകല്യമാണ് എനിക്കിഷ്ടം. കൈവല്യം ഞാൻ ആലോചിക്കുന്നില്ല. ഇതിൻ്റെ കാരണം മനസ്സും പ്രാണനും തമ്മിലുള്ള ബന്ധമാണ് ഒരമ്മ അറിയേണ്ടത്. പ്രാണൻ അനുഗുണമായി വേണം ആ ചലനം. പ്രാണൻ അനുകൂല ഗുണമായിരിക്കണം ഭാഷ, വ്യാകരണം. സുരക്ഷയുടെ ഏർപ്പാടുകൾ പൂർണ്ണമാകുമ്പോൾ മാത്രമാണ് ശാന്തി ഉണ്ടാകുന്നത്. എല്ലാ സാഹസികതയും എല്ലാ അംഗീകാരത്തിനുള്ള ദാഹവും അസ്വസ്ഥതയാണ്, ഭീകരതയാണ്, ഹിംസയാണ് എല്ലാം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ധാരണ. നിങ്ങൾക്കത്ര ശരിയാണെന്ന് തോന്നാൻ വഴിയില്ല. അതുകൊണ്ട് കൂട്ടിലേക്ക് തിരിച്ച്
മടങ്ങാനുള്ള വഴി മറക്കാതിരിക്കാനാണ് ശകുനങ്ങളെ ആദ്യം പഠിപ്പിക്കുന്നത്. അതിലേതെങ്കിലും ഒന്നിൻ്റെ ബുദ്ധി മരവിച്ചു പോയാൽ, അതിന് പറ്റാതെ വന്നാൽ അത് വേടൻ്റെ വലയിൽ കുടുങ്ങും. സുരക്ഷയെക്കുറിച്ചുള്ള കൃത്യമായ സ്വകീയ പ്രതിഷ്ഠ നേടാതിരുന്നാൽ മനുഷ്യൻ ചിന്തയാകുന്ന വലയിൽ കൂടും. ചിന്താജാലേ മുഹ്യാമഹ. ഞാൻ ചിന്താജാലത്തിൽ മോഹിതനായി വീഴുന്നു. എൻ്റെ പുരുഷാർത്ഥപ്രാപ്തിക്കുള്ള ഉപായവ്യുൽപ്പത്തി നശിച്ചു പോകുന്നു. വിഷയലോകങ്ങളുടെ ഭ്രമത്തിൽ ഇന്ദ്രിയങ്ങൾ പെട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മനസ്സിങ്ങനെ കൊണ്ടുപോകുന്നു. അതിൻ്റെ അറിവിന് മൗലികമായൊരടിത്തറ ഇല്ലാതാക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ധാരകത്വം, അതിനെ ധരിക്കുന്നത്, ധൃതമാക്കുന്നത് നഷ്ടപ്പെടുന്നു. ധാരണാശക്തിയില്ലാതെ ചിന്തകളിൽ മോഹിച്ച് ഞാൻ പഠിക്കുന്നു. അറിവല്ല ഇവിടെ വിഷയം, മോഹമാണ് വിഷയം. സിലബസുകളൊക്കെ തയ്യാറാക്കുന്നത് അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കുമൊക്കെ മോഹമുണ്ടാകാനാണ്. എറണാകുളത്തിരിക്കുന്നിടത്തോളം ഫ്ലക്സ് ബോർഡുകൾ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും നോക്കിയാൽ മതി. അവിടെ തൊഴിൽ സാധ്യത, ഇവിടെ തൊഴിൽ സാധ്യത അല്ലേ? അതിനാ പഠിക്കാൻ കൊണ്ടുവിടുന്നു. അവൻ്റെ സാമർഥ്യമോ കഴിവോ അവൻ്റെ ആനന്ദമൊന്നും നോക്കിയിട്ടല്ല. ജീവിതം മുഴുവൻ ക്ലേശമാണ്. ഭക്ഷണമൊക്കെ പോകട്ടെ, അവരുടെ വേഗങ്ങൾ പോലും എങ്ങനെ നടക്കുന്നു എന്നുള്ള ചിന്തയിൽ. ഒരച്ഛനും അമ്മയ്ക്കുമുള്ള ചിന്തയിൽ ഏറ്റവും പ്രധാനമാണ് ആരോഗ്യത്തിൽ വേഗങ്ങൾ. പ്രാണനെ ഏറ്റവും ബാധിക്കുന്നതാണ് വേഗങ്ങൾ എന്ന് പറയുമ്പോൾ മലമൂത്രം മുതലായവ. അവിടെയാണ് പ്രശ്നം. അപ്പോൾ സ്വന്തം കൂട്ടിലേക്കുള്ള വഴി, പുരുഷാർത്ഥത്തിലേക്കുള്ള വഴി, സ്വന്തം കൂട് ജനനമെടുത്താൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ്. അതിൽ ധരിക്കുന്നത് പ്രാണനായതുകൊണ്ട് ധർമ്മം പ്രാണനാണ്. ബാക്കി മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും
വിഷയങ്ങളും അർത്ഥലോകമാണ്. ആനന്ദം, സുഖം, അതാണ് അവിടെ കാമം. പച്ചയായ സുഖമെന്നാണ് പദത്തിനർത്ഥമെങ്കിലും പുരുഷാർത്ഥത്തിൽ അവിടെ അർത്ഥം ഈ പറഞ്ഞ സംജ്ഞകൾക്കുള്ളിൽ കാമമാനന്ദമാണ്. തന്നെ പുരുഷാർത്ഥത്തിൻ്റെ മൗലിക അടിത്തറകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ധർമ്മത്തിൽ ധർമ്മത്തിൽ, അർത്ഥത്തിൽ, കാമത്തിൽ, മോക്ഷത്തിൽ. നിങ്ങൾ ഇതുവരെ പഠിച്ച ധർമാർത്ഥ കാമമോക്ഷം എന്ന പുരുഷാർത്ഥമല്ല ഞാനിവിടെ സൂചിപ്പിച്ചത്, എൻ്റെ മറ്റൊരർത്ഥമാണ് സൂചിപ്പിച്ചത്. വ്യക്തി എന്ന നിലയിൽ ഞാൻ ജീവനെടുത്തിവിടെ എത്തുമ്പോൾ ഏതൊന്നാണ് എന്നെ ധരിക്കുന്നത്, താങ്ങി നിർത്തുന്നത്, അതെൻ്റെ പ്രാണനാണ്. പ്രാണൻ ധർമ്മമായും പ്രാണന് വിഷയീഭവിക്കുന്ന മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും അർത്ഥമായും ആനന്ദം കാമമായും ജനിക്കുക, ജീവിക്കുക എന്ന അവസ്ഥയിൽ ഞാൻ കൂട്ടിപ്പിടിച്ച ബന്ധങ്ങളിൽ നിന്നെല്ലാം സമ്യക്കായി മോചനം നേടുന്നത് മോക്ഷമായും, സമ്യക്കായി മോചനം നേടുന്നതിന് പകരം എൻ്റെ ജനിമരണങ്ങളുടെ കവചം കൂട്ടുന്ന ബന്ധങ്ങളുടെ ഈടുവയ്പ്പുകളിലേക്കാണ് ഞാൻ പലപ്പോഴും പതിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട്, പുതിയ തരം ചേർച്ചകൾ കൊണ്ട്, നിലവിലുണ്ടായ ദൃഷ്ടമോ അദൃഷ്ടമോ ആയ സംഘങ്ങളെ സമ്യക്കായി അഴിച്ചു കളയുവാനല്ല ഞാൻ ശ്രമിക്കുന്നത്. അവയുടെ ദാർഢ്യം കൂട്ടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവയോട് കലഹിക്കുമ്പോൾ എൻ്റെ ബന്ധം കൂടുകയാണ്. അവയെ എതിർക്കുമ്പോൾ എൻ്റെ ബന്ധം കൂടുകയാണ്. അവയെ ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ ബന്ധം കൂടുകയാണ്. ഇതാണ് പഠനത്തിൻ്റെ വ്യത്യാസം. പഠിപ്പിക്കുമ്പോൾ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു പോകും. ഉപേക്ഷിച്ച് നോക്ക്, ബന്ധം പോവുമോ? ബന്ധം ഉപേക്ഷിക്കാൻ തലയെ കൈവച്ചൊന്ന് പ്രാഗിയിട്ട് പുറത്തേക്ക് വിട്ടു നോക്ക്. പോയി കഴിഞ്ഞാൽ കൂട്ടത്തിൽ ബന്ധം പോവുമോ? പുറകെ ആരെങ്കിലും വിടണമെന്ന് തോന്നുമോ? ബന്ധം പോകുമെങ്കിൽ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. ഉപേക്ഷിച്ചു എന്ന് അവകാശപ്പെടുന്ന ആരുടെയെങ്കിലും ബന്ധം ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഉപേക്ഷിക്കുമ്പോഴല്ല ബന്ധം പോകും.
കൂടുതൽ ചേരുമ്പോഴുമല്ല ബന്ധം പോകുന്നത്. ഏതെങ്കിലും ഒന്നാണെങ്കിൽ സമാനമുണ്ടല്ലോ. ഇവിടെയാണ് നിങ്ങൾക്ക് എന്നോട് വളരെ വളരെ ദേഷ്യം തോന്നാറ്. ശരിയാണോന്ന് നല്ലപോലെ ആലോചിച്ച് നോക്കും. നിങ്ങൾ എത്ര ബന്ധിക്കപ്പെടുമ്പോഴും ബന്ധം പോവുകയല്ല, എത്ര എതിർക്കുമ്പോഴും ബന്ധം പോവുകയല്ല. പിന്നെ എങ്ങനെയാണ് ബന്ധം പോകുന്നത്? വാസനാക്ഷയമൊക്കെ സ്വാമിമാർ പറയുന്ന സാങ്കേതിക ശബ്ദങ്ങളെയാവുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായതും പറയാവുന്നതും വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമാണ്. മറ്റേത് ഈ സാങ്കേതിക ശബ്ദങ്ങളുടെ നിഘണ്ടുവിൽ നിന്ന് സാങ്കേതിക ശബ്ദം എടുത്ത് പറയുമ്പോൾ വരുന്ന കുഴപ്പം വെച്ചാൽ അത് ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാവില്ല. ശരിയായാൽ നിങ്ങൾക്കത് മനസ്സിലായി എന്നർത്ഥമല്ല. നിങ്ങളും അയാളുമായി ബന്ധിക്കുന്ന കർമ്മങ്ങൾ ഏതാണോ അത് കർത്തവ്യമാണെന്നോർത്ത് ചെയ്ത് തീരുന്ന നിമിഷം ബന്ധം തീരും. വേറൊരു വഴിയിലും ഒരു ബന്ധവും തീരില്ല. തീരുമെന്ന് പറയുന്നതൊക്കെ വ്യാമോഹം മാത്രമാണ്. അല്ലാതെ തീരും ഒരു കൂട്ടർക്ക്, അല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രം തീരും. അത് ശ്രദ്ധിച്ചിരിക്കണം. അതിൽ നിങ്ങൾ ആരെങ്കിലും പെടുമെങ്കിൽ അവരുടേത് അല്ലാതെ തീരും. രണ്ട് വഴിയേ ഉള്ളൂ. ഒരേ വഴി, നേർവഴി. അത് നിങ്ങളെ ബന്ധിക്കുന്ന കർമ്മമേത് അത് കർത്തവ്യമാണ്. അത് ചെയ്യുക, തീർക്കുക, ബന്ധം അവിടെ തീരും. പിന്നെ ഒരു നിമിഷം നിങ്ങൾ ബന്ധിക്കപ്പെടില്ല. അയാൾ നിങ്ങളോട് ബന്ധപ്പെടുകയില്ല. തീർന്നു കഴിഞ്ഞാൽ അയാൾ പോകുന്നത് പറന്നായിരിക്കും. അതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി, ബന്ധമായി കർമ്മം വികസിച്ചിട്ടില്ലെങ്കിൽ മാത്രം, ബന്ധിക്കാൻ മാത്രം കർമ്മമായി അത് വികസിച്ച് ആരംഭിച്ചിട്ടില്ലെങ്കിൽ, അന്തർമുഖമായൊരു ചോദനയിൽ അറിവ് കടന്നു വന്ന് ദഹിപ്പിച്ചാൽ അപ്പോൾ ബന്ധം തീരും. പുരുഷാർത്ഥപ്രതിഷ്ഠമായ ജ്ഞാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ബന്ധിക്കപ്പെട്ട കർത്തവ്യ കർമ്മങ്ങൾ പോലും ബുദ്ധിയിൽ ശരണം പ്രാപിക്കുന്നതോടെ കത്തിത്തീരും. ചെയ്യണമെന്ന് പോലുമില്ല. അത് അപൂർവ ഭാഗ്യവാന്മാർക്ക്. അതിൽപ്പെട്ടാൽ ആശ്ചര്യമെന്നേ പറയാനുള്ളൂ. പെട്ടവരിടയിൽ ഉണ്ടാവാം, ഉണ്ടെങ്കിൽ മഹാഭാഗ്യവാന്മാർ. അയ്യോ, വ്യക്തിയെ വെച്ച് ഉദാഹരണം പറയാനാവില്ല. എൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണുന്ന വ്യക്തിയുടെ ഒരു വശമാണ് എനിക്ക് പരിചയമുള്ളത്. ഞാനിപ്പോൾ ഒരു മഹാനുഭാവനായ ഒരു സ്വാമിയുടെയോ ഒരു മഹാനുഭാവൻ്റെയോ എൻ്റെ ഗുരുവിൻ്റെയോ ഒക്കെ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു തന്നാൽ, നിങ്ങൾ അവരുടെ മുമ്പിൽ ചെന്ന് കാണുമ്പോൾ അങ്ങനെയല്ല കണ്ടതെങ്കിൽ നിങ്ങളത് തെറ്റിദ്ധരിക്കാനിടയാവും. അതുകൊണ്ട് വ്യക്തിയെ വെച്ച് എനിക്ക് ഉദാഹരണം പറയാനാവില്ല. ആ ഒരു പരീക്ഷണത്തിന് ഞാനില്ല. മറിച്ച് അത് ശാസ്ത്രസത്യമാണ്. അങ്ങനെയുള്ളവരുണ്ട് ഭൂമിയിൽ. എനിക്ക് പരിചയമുള്ളവരായിരിക്കില്ല നിങ്ങൾക്ക് പരിചയമുള്ളവർ. അതുകൊണ്ടത് പരിചയം വരുമ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് എടുക്കുന്നത് പോലും ഒരു സുഖമാണ്. പല വ്യക്തികളും ഭൂമിയിൽ അങ്ങനെയുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, കർമ്മം അവരിൽ ആവിർഭവിക്കുമ്പോൾ തന്നെ അവരുടെ ജ്ഞാനാഗ്നിയിൽ അതിനെ ദഹിപ്പിക്കുന്നു. എന്നിട്ടത് ഉണ്ടായാലും വിരോധമില്ല, ഇല്ലെങ്കിലും വിരോധമില്ല. അതൊരു കളിയാണ്. അതൊരു കളിയാണ്.
അതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കളിക്കുക, ശ്രീശാന്ത് കളിക്കുന്ന പോലെ. കഷ്ടിച്ച് ടെണ്ടുൽക്കർ കളിക്കുന്നവർ ചുമ്മാ കളിക്കുക. അപ്പോൾ സംഘം പോകും. കർത്തവ്യ കർമ്മങ്ങളാണിത്. ഇത് തീരാനുള്ള കളിയാണ്. പക്ഷെ തീർക്കാനും തീരാനുമുള്ള കളി മനുഷ്യന് ഇഷ്ടമല്ല. ഇതങ്ങനെ അങ്ങ് തീർത്താൽ പറ്റുമോ? അതുകൊണ്ട് തീർക്കാൻ എളുപ്പമുള്ള കളികളിൽ വീണ്ടും ബന്ധിക്കാനുള്ള വഴക്ക് നിങ്ങളുണ്ടാക്കും, ചൊറിഞ്ഞുണ്ടാക്കും. ശരിയല്ല. നിങ്ങളവിടെ ബന്ധിക്കാനാണ് ചെന്നിരിക്കുന്ന, തീർക്കാനല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ബന്ധം ഉറയ്ക്കും, ബന്ധം പോവല്ലേ. ചിലപ്പോൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും, അപ്പോഴും ബന്ധം ഉറയ്ക്കും. ചിലപ്പോൾ എതിർത്തോണ്ടിരിക്കും, അപ്പോഴും കയറി ഉറയ്ക്കും. ചിലപ്പോൾ അനുകൂലിച്ച് കൂടെ നിൽക്കും, അപ്പോഴും ഉറയ്ക്കും. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിനക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും, എന്നിൽ കർത്തവ്യമായി ഉദിച്ച കർമ്മമാണ് ഇത്. ഞാൻ ചെയ്യും, ഇത് തീർക്കും, വിടും. കാരണം ഞാൻ ആഗ്രഹിച്ചല്ല, നീ കൊണ്ടുവന്നതാണ്. നീ കൊണ്ടുവന്ന ഈ കർമ്മത്തിൽ നിന്ന് കർത്താവായി ചാടാൻ പോകുന്ന എന്നെയും ഭോക്താവായി വന്നു നിൽക്കുന്ന നിന്നെയും ഞാൻ എടുത്തു മാറ്റി കർമ്മത്തെ മാത്രം കാണുകയും ചെയ്തു തീർക്കുകയും ചെയ്യും. തീരുമ്പോൾ ബന്ധം തീർക്കും. ഇത്രയും ഭംഗിയായി തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് നിങ്ങളുമായി എനിക്ക് ബന്ധപ്പെടാനാവില്ല എന്ന് പറഞ്ഞ് പെമ്പർനോത്തി സ്ഥലം വിടും, അല്ലെങ്കിൽ ഭർത്താവ് സ്ഥലം വിടും. അപ്പോൾ പിരിച്ചുവിടുകയും വേണ്ട, ഉപേക്ഷിക്കുകയും വേണ്ട, പഞ്ചായത്ത് വിളിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, വിട്ടോളും. ഇതാണ് ഇതിൻ്റെ എളുപ്പ വഴി. ഇതാണ്. ഇത് പഠിക്കാനാണോ വന്നതെങ്കിൽ എളുപ്പ വഴി ഇതാണ്. വിട്ടുപോണോ? ഇതാണ് പണി. ഇതിനാദ്യം തന്നെ സുരക്ഷയുടെ തലങ്ങൾ പഠിച്ചു നോക്കണം. ആകെ ഒന്നേ ഉള്ളൂ, പ്രാണൻ. അത് എന്നിലുള്ളത് തന്നെ ബാഹ്യമായുള്ളത്, അത് തന്നെ മറ്റുള്ളവരിലുള്ളത്, അല്ല വേറെ പ്രാണനൊന്നുമില്ല. എൻ്റെ പ്രാണൻ്റെ സുരക്ഷയെ ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്താവേള കൊണ്ട് തന്നെ ജഗത് പ്രാണൻ്റെ മുഴുവൻ സുരക്ഷയുണ്ടായിരിക്കും. അല്ല വേറിട്ട് അവൻ്റെ സുരക്ഷ, അവളുടെ സുരക്ഷ, അങ്ങനൊന്നുമില്ല. അത്തരം ത്യാഗം ഒന്നും അനിവാര്യവുമല്ല. കാരണം പ്രാണനേകനാണ്. പഴയ വീടുകളിൽ അമ്മമാർ രാവിലെ എഴുന്നേറ്റിരുന്ന് ശ്ലോകങ്ങളൊക്കെ ചൊല്ലും. പക്ഷെ പഠിക്കുന്നത് കുട്ടികളാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റിരുന്ന് സീരിയലും അതുമൊക്കെ കാണും, കൊച്ചിനോട് പഠിക്കാൻ പറയും. കുറേ കഴിഞ്ഞിട്ട് അതിനോട് സീരിയലിൻ്റെ കഥ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. അത് അപ്പുറത്തെ മുറിയിലായിരുന്നു. മനസ്സിലായില്ല? ഇതൊക്കെ നിങ്ങൾക്ക് വിചിത്രമായി തോന്നും, ശരിയല്ലെന്ന് തോന്നും. ഈ സ്വാമിയെ ശരിയല്ല എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ കാര്യം എങ്ങനെയാണ്? ലഭ്യ അതെന്നാ പറഞ്ഞത്. സ്വന്തം കൂട്ടിലേക്ക് വഴിതെറ്റിപ്പോയ ശകുനങ്ങൾ, ശകുനം പക്ഷി. ആ പേര് വരാനൊരു കാരണമുണ്ട്.
നിങ്ങളൊക്കെ ശകുനം എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ കാണുന്നത്. കാരണം പഴയ കാലത്ത് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് പക്ഷികളെയാണ്. എല്ലാ വീടിൻ്റെ മുറ്റത്തും കിളികളുണ്ടാവും. നിങ്ങളുടെ ഈ ടവറൊക്കെ വന്നതുകൊണ്ട് അതിനെയൊന്നും കണ്ടിട്ട് പോകാൻ പറ്റില്ല. അതിൽ വലത്തുവശത്തേക്ക് ഒഴിയുന്ന ചകോരവും മറ്റും ഉത്തമ കാഴ്ചയാണ്. ഉപ്പൻ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്, കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അത് മെല്ലെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ വളരെ സൗമ്യമായി വലത്തുവശത്തേക്ക് ഒഴിയുകയാണെങ്കിൽ അതൊക്കെ വലിയ ലക്ഷണങ്ങളായാണ് പ്രാചീനർ കാണുന്നത്. രാവിലെ പക്ഷിയെ കാണുക എന്നുള്ളതാണ് വലിയ കാര്യമായിട്ട് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് വീടൊക്കെ വെക്കുമ്പോൾ പക്ഷി ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ വീട് വെക്കുന്നത്. ഇന്ന് ഒന്നും ഉണ്ടാവരുത്, കൊതുകും മുട്ടയും അല്ലാതെ യാതൊന്നും അരുതെന്ന് വെച്ചാണ് വീട് വെക്കുന്നത്. ഇതൊക്കെ ഈ സംസ്കാരശൂന്യതയുടെ ഭാഗത്തിലേക്ക് നമ്മൾ വന്നതുകൊണ്ടാണ്. കാരണം ഈ വയ്യാവേലിയൊക്കെ മുറ്റത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പക്ഷി വന്നാൽ പുറകെ പാമ്പ് വരും, എലി വരും. ഇതൊക്കെ വന്നാൽ ശല്യമാവും. അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കും. മുണ്ടോ വല്ലതും തൂക്കിയിട്ടാൽ അതിലൊക്കെ കാഷ്ടിക്കും. അപ്പം ഇതൊന്നുമില്ലാത്തൊരു ജീവിതമാണ് മനുഷ്യനെന്ന് ആഗ്രഹിക്കുന്നത്. Am I right? Am I right? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. മറ്റത് മുൻകൂട്ടി അറിയും. ആ പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ അറിയും. വരാൻ പോകുന്ന ദുരന്തങ്ങളും മറ്റും പെട്ടെന്നറിയും. മഴ വരുന്നതിന് മുമ്പറിയും പക്ഷികളെ നോക്കി. അത് കൂടുകൂട്ടും. ഭൂമി കുലുങ്ങാൻ പോകുന്നെങ്കിൽ പക്ഷികൾ ചില ശബ്ദം പുറപ്പെടുവിക്കും. അത് അമ്മമാർക്ക് മനസ്സിലാവും. അപകടകരമായ മിന്നൽ വരുന്നെങ്കിൽ പക്ഷികൾ വേറെ ചില ശബ്ദം പുറപ്പെടുവിക്കും. പഴയ ആളുകൾ ആ പക്ഷികളുമായുള്ള സംസർഗം കൊണ്ടൊക്കെ അത് നോക്കി പഠിച്ച് വച്ചിട്ടുള്ള അമ്മൂമ്മമാരിൽ നിന്ന് പരമ്പരയാ അതറിയും. അപ്പോൾ കുട്ടികളെയൊക്കെ രക്ഷിക്കാൻ പഠിക്കും. അതിനിപ്പോഴത്തെ പോലെ ഫയർഫോഴ്സും ബഹളവും ഒന്നും വേണ്ടി വരികയില്ല. അപ്പം ഇതൊക്കെ വന്നിട്ടും അവസാനം പോവുക എന്നുള്ളതാണ് പണി. അവർക്കറിയാം രണ്ടു നേരം ഈ ജീവികൾക്കൊക്കെ അന്നം കൊടുക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് വരുന്ന ഒരാൾ, ഒരു ബന്ധു വളരെ അകലെന്ന് വരികയാണ്. നമ്മുടെ വീട് അറിയില്ല. ഇവിടുന്ന് അന്നം കഴിക്കുന്ന പക്ഷി പറക്കും രാവിലെ. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിയാൽ മുകളിലൂടെ പതുക്കെ പറക്കും. അപ്പോൾ അവന് മനസ്സിലാവും പോകേണ്ടത് ആ വഴിക്ക് തന്നെയാണെന്ന്. ആരോടും ചോദിക്കണ്ട. ഇവിടെ കൊണ്ടെത്തിക്കും, പട്ടി കൊണ്ടെത്തിക്കും. ഇങ്ങനെ പാരസ്പര്യത്തിൽ ജീവിച്ചപ്പോൾ പല കാര്യങ്ങൾക്കും പണം വേണ്ടി വന്നില്ല. പൈസയില്ലാതെ പല കാര്യങ്ങളും നടത്താൻ കഴിഞ്ഞവർക്ക് ചാരുവായി. പലതും അവരറിഞ്ഞു, പലതും അവയോടുള്ള സംസർഗത്തിൽ പഠിച്ചു. അങ്ങനെയാണ് ജാബാലൻ പറയുന്നത്. സത്യകാമൻ എന്ന ജാബാലൻ ഉപനിഷത്തിൽ പറയും, ഋഷിയുടെ അടുക്കലേക്ക് ജാബാലൻ കടന്നു എന്ന് പഠിക്കാനുള്ള ആഗ്രഹവും കൊണ്ട് ചെന്നപ്പോൾ ചോദിച്ചു, ഗോത്രമേതാണ്? അറിയില്ല ഗുരുദേവ. അമ്മയോട് ചോദിച്ചു വരാം. പോയി. അമ്മ പറഞ്ഞു, ജാബാല, ഞാൻ നിൻ്റെ അമ്മ ജാബാല. ഞാൻ പല വീടുകളിലും അടിച്ചു തള്ളിപ്പണിയെല്ലാം ചെയ്ത് ജീവിക്കുന്നവളാണ്. എവിടുന്നാണ് നീ ഉണ്ടായതെന്ന് നല്ല നിശ്ചയം പോരാ. അതുകൊണ്ട് നീ ചെന്ന് നിൻ്റെ ആചാര്യനോട് പറയുക, ഞാൻ ജാബാലൻ്റെ മകനാണ്, ജാബാലയുടെ മകനാണ്, ജാബാലയുടെ ഗോത്രമാണെന്ന് പറയുക. അച്ഛനോട് പറഞ്ഞു. അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ഗുരുവിനോട്. അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, സത്യകാമ, നീ ബ്രാഹ്മണനാണ്. കാരണം
വിദ്യ ആഗ്രഹിച്ചു വരുമ്പോൾ പോലും നീ സത്യം വെടിയുന്നില്ല. എനിക്ക് പഠിക്കാൻ തുടങ്ങും. ഇരുത്തി പ്രാഥമികമായ ഉപനയനം കഴിഞ്ഞ് അവനെ ഉപനയിപ്പിച്ചിട്ട് ഒരു കാലിക്കോലും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഗുരുകുലത്തിലെ പശുക്കളെയും തെളിച്ച് വനത്തിലേക്ക് പോവാം. അവ 1000 എണ്ണമായി കഴിയുമ്പോൾ നീ ഇങ്ങോട്ട് പോരുക. സത്യകാമൻ പോയി. ഒന്നും അറിയാതെ അവയെ തീറ്റിപ്പോറ്റി വെള്ളമൊക്കെ കൊടുത്തു. അവയുടെ കൂടെ കൂടി. എല്ലാം മറന്നുപോയി സത്യകാമൻ. ഒരു ദിവസം ഒരു കാള സത്യകാമനോട് പറഞ്ഞു, ഞങ്ങൾ 1000 ഗുരുകുലത്തിലേക്ക് തെളിക്കാം. കാരണം സത്യകാമൻ ഇപ്പം മനസ്സിലാകുന്നത് കാളയുടെയും പശുവിൻ്റെയും ഒക്കെ ഭാഷയാണ്. കാരണം അതുമായിട്ട് മാത്രമേ സമ്പർക്കമുള്ളൂ. കാള ഭംഗിയായി പറഞ്ഞു, ഗുരുകുലത്തിലേക്ക് പോകാം, ഞങ്ങളെ തെളിച്ചു. പന്തമൊക്കെ കത്തിച്ച് തെളിച്ചു. ഒരു സ്ഥലത്ത് വന്ന് താവളമായപ്പോൾ കാള സത്യകാമനോട് പറഞ്ഞു, സത്യകാമ, ദിക്കുകൾ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, ഈ ദിക്കുകൾ നീയാകുന്നു. സത്യകാമൻ എന്തോ അറിഞ്ഞ പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പ്രകാശം പരന്നു. ഇത് 4-1 ഈ വിദ്യ. ഇനി 4-1 നിനക്ക് അഗ്നി പറഞ്ഞത്. സത്യകാമൻ മുന്നോട്ട് നീങ്ങി. അഗ്നി പറഞ്ഞു. അപ്പോഴഗ്നി പ്രത്യക്ഷമായി. ഹോമകുണ്ടം ഉണ്ടാക്കി രാത്രിയിൽ കിടക്കാൻ നേരത്ത് പ്രത്യക്ഷമായ അഗ്നി അതിൻ്റെ നാവുകൾ നീട്ടി പറഞ്ഞു, ഹേ സത്യകാമ, ഭൂമിയും അന്തരീക്ഷവും സമുദ്രവും സ്വർലോകവും നീ തന്നെയാകുന്നു. ഇപ്പം സത്യകാമൻ്റെ പ്രകാശം കുറെ കൂടെ വർദ്ധിച്ചു. എന്നിട്ട് അഗ്നി പറഞ്ഞു, ഇനി നിനക്ക് അരയന്നം ഉപദേശിക്കും. സത്യകാമൻ മുന്നോട്ട് നീങ്ങി. അരയന്നം ഉപദേശിച്ചു. അരയന്നം വന്നു. അരയന്നമാവുമ്പോൾ ഹംസമാണ്. നിരക്ഷീര വിവേകമുള്ളതാണ്. പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും ചിത്തവും ബുദ്ധിയും അഹങ്കാരവും സത്യകാമ നീ തന്നെയാണ്. സത്യകാമ, ഇനി നിനക്ക് അരയന്നം ഉപദേശിച്ചത് ഒന്ന് തെറ്റി. അരയന്നം ഉപദേശിച്ചത് സത്യകാമ, തേജസ്സുള്ളവയെന്നറിയപ്പെടുന്ന അഗ്നിയും മിന്നലും സൂര്യനും ചന്ദ്രനും നീ തന്നെയാണ്. സത്യകാമ, ഇനിയും ഒരു 4-1 അത് നിനക്ക് കൊളക്കോഴി ഉപദേശിച്ച്. സത്യകാമൻ മുന്നോട്ട് നീങ്ങി. അപ്പോൾ കൊളക്കോഴി വന്നു. സത്യകാമൻ ഉപദേശിച്ചു, സത്യകാമ, നിന്റെ മനസ്സും നിന്റെ ഇന്ദ്രിയങ്ങളും നിന്റെ പ്രാണനും